ആണെന്നില്ല. താഴ്വരമണി തരി ലാവണ്യഭൂഷയിൽ ചമഞ്ഞു നീ മാലാകയായി, കളകള സംഗീതം പൊഴിച്ചു നീ പട്ടുകരിച്ചേതോര കാഴ്ചയായി, ഈറനായി ചുരുൾത്തുമ്പിൽ ശോഭിപ്പൂ മുഖം. താഴ്വരമണി തരി ലാവണ്യഭൂഷയിൽ ചമഞ്ഞു നീ മാലാകയായി, കളകള സംഗീതം പൊഴിച്ചു നീ പട്ടുകരിച്ചേതോര കാഴ്ചയായി, ഈറനായി ചുരുൾത്തുമ്പിൽ ശോഭിപ്പൂ മുഖം. പൂവിളിത്തേനും ചുണ്ടുകളും പിന്നെ അഞ്ജന കണ്ണുകളും, കണ്ടത്തിലണിഞ്ഞ പൂമാലയും പിന്നെ പ്രേമ കാവ്യം രചിച്ചു. പൂവിളിത്തേനും ചുണ്ടുകളും പിന്നെ അഞ്ജന കണ്ണുകളും, കണ്ടത്തിലണിഞ്ഞ പൂമാലയും പിന്നെ പ്രേമ കാവ്യം രചിച്ചു. ചെല്ല ചെറുകാറ്റിൽ നൃത്തമാടി മുല്ലയും പിച്ചകവള്ളിയും, ചെല്ല ചെറുകാറ്റിൽ നൃത്തമാടി മുല്ലയും പിച്ചകവള്ളിയും. താഴ്വരമണി തരി ലാവണ്യഭൂഷയിൽ ചമഞ്ഞു നീ മാലാകയായി, കളകള സംഗീതം പൊഴിച്ചു നീ പട്ടുകരിച്ചേതോര കാഴ്ചയായി, ഈറനായി ചുരുൾത്തുമ്പിൽ ശോഭിപ്പൂ മുഖം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അംഗീകാരങ്ങളും ആദരവുകളും ഒത്തിരി കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിമർശനങ്ങളെ അതിജീവിച്ച ഒരാൾ കൂടിയാണ് സന്തോഷ് പണ്ഡിറ്റ്. ഒരുപക്ഷെ പെട്ടെന്നൊരു എന്തെങ്കിലും വിമർശനം കേൾക്കുമ്പോൾ തളർന്നു പോകുന്നവരാണ് സാധാരണ മനുഷ്യരൊക്കെ. അപ്പോൾ എങ്ങനെയാണ് അതിനുള്ളൊരു പ്രത്യേക ടെക്നിക്ക് ഉണ്ടോ, അതെങ്ങനെയാണ് ഒരു കരുത്ത് കിട്ടുന്നത്, അത് ഞങ്ങൾക്കൂടെ ഉപകാരമായി. ശരിക്കും പറഞ്ഞാൽ പഠിക്കുന്നതിൽ 24 മണിക്കൂർ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം മാത്രമല്ല, കൂടുതൽ വൈദിക പഠനമുണ്ടല്ലോ. അപ്പൊ അതിൽ ഋഗ്വേദത്തിന്റെ ഐതിഹ്യത്തിൽ പറയുന്നുണ്ട് പ്രജ്ഞാനം വേണോ, ബോധമാണ് വേണം, ഒരു മനുഷ്യൻ കോൺഷ്യസ് ആവണം. അപ്പൊ എനിക്ക് എന്ത് കാര്യവും കണ്ടതേ വിശ്വസിക്കുന്ന ഒരു വാശി എനിക്കുണ്ടായിരുന്നു. ഒരു കാര്യത്തെ എതിർക്കുകയാണെങ്കിൽ പഠിച്ചിട്ട് എതിർക്കും. ചെറുപ്പം മുതൽ എനിക്ക് എന്റെ സ്വഭാവം, കാരണം ഭയങ്കര സംശയം കുറച്ച് കൂടുതൽ. എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സൊക്കെ ശരിക്കും ബുദ്ധിമുട്ടിയതാണ്. കാരണം സംശയങ്ങൾ ചോദ്യങ്ങളിലേക്ക് നയിക്കുന്നു, ചോദ്യങ്ങൾ അന്വേഷണങ്ങളിലേക്ക് നയിക്കുന്നു, അന്വേഷണങ്ങൾ സത്യത്തിലേക്ക് നയിക്കുന്നത്. മറ്റൊരു ഭാഷ പറഞ്ഞാൽ സംശയങ്ങൾ സത്യത്തിലേക്കുള്ള ചൂണ്ടുപലകയാണ് എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. അവിടെ എന്തിനൊരു സംശയമില്ല. അപ്പോ ഒരു മനുഷ്യൻ കോൺഷ്യസ് ആവണം. ഈ കോൺഷ്യസ് ആവാത്തതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നൊരു പുസ്തകത്തിൽ ഞാൻ വായിച്ചപ്പോൾ ഇത് ശരിയാണോ എന്നറിയാൻ വേണ്ടി ഞാൻ കൈ ചിന്മുദ്ര പിടിക്കുക. ചെറുപ്പത്തിലെ യോഗ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു, യോഗയും മെഡിറ്റേഷൻ. അപ്പോൾ ഈ കൈ ഇങ്ങനെ ചിന്മുദ്ര പിടിച്ച് ക്ലാസ്സിൽ ഇരിക്കും കേട്ടോ. വേണമെങ്കിൽ ഇവിടെ ഇരിക്കുന്നവർക്ക് ക്ലാസ്സിൽ നിന്നല്ല, ഒരു രാത്രി ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. എൻ്റെ അനുഭവം കൊണ്ടാണ് പറയുന്നത്. ഈ കൈ ഇങ്ങനെ ചിന്മുദ്ര പിടിക്കുമ്പോൾ നമുക്ക് കോൺഷ്യസ് ഡെവലപ്പ് ചെയ്യും. അതായത് ഒരാൾ പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണോ, ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ സത്യം പറഞ്ഞ അയാൾ പറയുന്ന പകുതിയെ നമ്മൾ കേൾക്കുന്നു, അയാൾ കേൾക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് തന്നെയാണ് നിങ്ങളുടെ ക്ലാസ്സിൽ. അത് സത്യം പറഞ്ഞ ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും കൂട്ടുകാരനും ആരും വരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ നേരത്തെ എന്താ പറഞ്ഞത്, ഇന്നലെ പറഞ്ഞു എപ്പോ ഞാൻ കേട്ടില്ലല്ലോ എന്ന് പറയും. അവൻ കൃത്യമായി പറയുന്നത്, പക്ഷെ നമ്മൾ കേൾക്കില്ല. അപ്പൊ ഇതിന്റെ കാര്യം കോൺഷ്യസ്നെസ് കൂടിക്കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിൽ ടീച്ചർ എടുക്കുന്ന പാഠ്യഭാഗങ്ങൾ സാധാരണഗതിയിൽ 2 മണിക്കൂർ എടുത്തിട്ടാണ് ഒരു ദിവസം ഞാൻ പഠിച്ചിരുന്നതെങ്കിൽ ഈ ചിന്മുദ്ര പിടിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ ഞാൻ 8-9 പഠിക്കുമ്പോഴാണ് ടോട്ടൽ ലൈഫിൽ പിന്നീട് എനിക്ക് അത്രയും സമയം വേണ്ടി വന്നില്ല, പകുതിയെ വേണ്ടി വന്നുള്ളൂ. ജസ്റ്റ് ബിക്കോസ് ടീച്ചർ പറയുന്നത് കുറച്ചുകൂടി ഗ്രാസ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ യോഗ അല്ലെങ്കിൽ ഈ ചിന്മുദ്ര കൂടുതലായി പിടിച്ചപ്പോൾ ഒരു മെന്റൽ പവർ വിമർശനങ്ങളാണ്. വിമർശനങ്ങളെ നമുക്ക് 2 രീതിയിൽ എടുക്കാൻ പറ്റും. ഒരു വിമർശനം എന്ന് പറഞ്ഞാൽ ഒരുത്തൻ എങ്ങനെയെങ്കിലും നശിക്കണം എന്ന് കരുതിയിട്ടുള്ള വിമർശനത്തെയാണ് ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയാം. എക്സാമ്പിൾ, ഒരാൾ ഇപ്പോൾ നന്നായിട്ട് മദ്യപിക്കുന്നു എന്ന് കരുതിക്കും. അപ്പൊ നമ്മൾ പറയാം, അല്ല ഭയ
വെറുതെ ആ പൈസ കൂടാതെ ഭാര്യയ്ക്ക് മക്കൾക്ക് കൊടുത്തൂടെ എന്ന് പറഞ്ഞ് ആ വ്യക്തിയെ ഉപദേശിച്ചിട്ടു. ഇങ്ങനെ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം അറിയാം. അവൻ നന്നാവണമെന്ന് കരുതിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇനി ഒരുത്തൻ മദ്യപിക്കുന്നൊന്നുമില്ല. അപ്പൊ ഇവന്റെ ഒരു കൂട്ടുകാരൻ നന്നായി മദ്യപിക്കുന്ന ഒരു മനുഷ്യനാട്ടോ. പറയാ മദ്യം കഴിക്കാത്തവരൊക്കെ ഒരു ആണാണോ? മദ്യം കഴിക്കുന്നൊക്കെ ഒരു ജീവിതത്തിന്റെ ഒരു രസം വേണ്ടേ എന്ന് പറയുമ്പോൾ ഇവന്റെ ഉള്ളിൽ ഇവൻ നന്നായി വരുന്നത് ഇവൻ എങ്ങനെയെങ്കിലും നശിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഉപദേശം. പക്ഷെ പറഞ്ഞു വരുമ്പോൾ ഒരു ഉപദേശത്തിന്റെ സ്റ്റൈലാണ്. ഇവൻ നന്നാവുന്ന ഒരു രീതി എന്ന് വരുന്നത്. ഇത്തരം ഉപദേശങ്ങളെ ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം അഥവാ ഒരാളെ നശിപ്പിക്കുവാനുള്ള ഉപദേശം, വിമർശനം എന്നാണ് പറയുന്നത്. ഇതുപോലെ ഫിലിം ഫീൽഡിൽ വന്ന സമയത്ത് വിമർശനങ്ങൾ വന്നപ്പോൾ ഞാൻ അതിനെ കണ്ടിരിക്കുന്നത് ഏത് തരം വിമർശനമാണ്. ഒരു വിഭാഗം മിമിക്രിക്കാർ പറയുന്നു അന്തരീക്ഷത്തിന് സിനിമ എടുക്കാൻ പാടില്ല, പുതുമുഖർക്ക് അവസരം കൊടുക്കാൻ പാടില്ല, അത് അന്തരീക്ഷമാണെങ്കിൽ അതിൽ ഇന്ന കാര്യങ്ങൾ വേണം, അല്ലെങ്കിൽ അത് ജുറാസിക് പാർക്ക് പോലെ വേണം, ബാഹുബലി പോലെ വേണം എന്നൊക്കെ പറയും. ഇത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. ഒരാളെ നശിക്കണം എന്നുള്ള വിമർശനമാണ്. അല്ലാതെ കാരണം ഒരു 5 ലക്ഷത്തിന് സിനിമ എടുക്കുന്ന ഒരു മനുഷ്യൻ എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടും എത്രമാത്രം പുതിയ ആളുകളെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനെ എങ്ങനെയാണ് 250 കോടിയുടെ സിനിമയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുക? അവർ വലിയ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ വെച്ചിട്ടും എല്ലാ കാര്യത്തിലും ഒരു അഗ്രഗണ്യനായിട്ടുള്ള ആളുകളെ വെച്ചിട്ടും ബോളിവുഡ് ലെവലിൽ അവർ ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള അവകാശം ഇല്ലാത്തൊരു മനുഷ്യൻ അയാളുടെ കഴിവനുസരിച്ച് 5 ലക്ഷത്തിന് ചെയ്യുമ്പോൾ അയാളെ സിനിമയെ വലിയ സിനിമകളുമായിട്ട് കമ്പയർ ചെയ്യുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. സോ ഞാൻ നോക്കുന്നത് ആ ക്രിറ്റിസിസത്തിന്റെ ലെവലാണ് ഒന്ന്. രണ്ടാമത്തത്, നിങ്ങളെ ഒരാൾ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ലെവൽ എന്താണെന്നുള്ളത് ഒരു പ്രശ്നമാണ്. ഞാൻ പല വിമർശനങ്ങളും ഒരു ചെവി കൊണ്ട് കേട്ട് അതിനെ റെസ്പെക്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ കൂടുതൽ സീരിയസ് ആവാറില്ല. കാരണം ഇപ്പൊ നിങ്ങൾ ഒരു പാട്ട് മ്യൂസിക് ചെയ്യുന്നു, അപ്പോൾ ഇളയരാജ വന്നിട്ട് പറയാണ് സന്തോഷം അതുണ്ടല്ലോ ആ മ്യൂസിക് ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി നന്നാവുമെന്ന് പറഞ്ഞാൽ നമുക്കത് കേൾക്കാം. അപ്പൊ പ്രൂവ് ചെയ്ത ഒരു വ്യക്തി അത് കാര്യത്തിൽ വിവരം ഉണ്ടാവുകയും ആ കാര്യത്തിൽ പ്രൂവ് ചെയ്ത ഒരു വ്യക്തി ഒരു കാര്യം പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ സീരിയസ് ആവും. ഇത് തലയും മാരുമില്ലാത്തവർ വെറുതെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് അത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കണ്ട. ഞാൻ പറയുന്നത് ഒരു പ്രോഗ്രാമിനിടയിൽ ഒരു മിമിക്രിക്കാരൻ പറഞ്ഞു 5 ലക്ഷത്തിന് പടമല്ലേ ആർക്കും കൊടുക്കാം, 5 ലക്ഷത്തിന് പടം എടുത്ത് ഹിറ്റാക്കുന്നതിന്റെ കാര്യം തന്നെയല്ലോ. ഞാൻ കുറെ പറഞ്ഞിട്ടോ ഒരു രക്ഷയില്ല. അച്ഛൻ ഞാൻ പറഞ്ഞാൽ നീ ഒറ്റ കമ്പനി പറഞ്ഞു നോക്കൂട്ടെ, നീ 5 മിനിറ്റിന്റെ ഡോക്യുമെന്ററി എടുക്കും സിനിമ പറയുന്നത്. കാരണം അങ്ങനെ വളരെ രീതിയിൽ പറയണേ ഇയാളെ സിനിമയിലൊക്കെ കുറെ ഇംഗ്ലീഷ് പാട്ടുണ്ട്. ഓ അതൊക്കെ ആർക്കും എഴുതാം. ഞാൻ ചേട്ടൻ ഇതുവരെ വല്ല മലയാള പാട്ട് എഴുതിക്കുന്നു, ഇംഗ്ലീഷിൽ കടക്കട്ടെ. ഇങ്ങനത്തെ ഉപദേശങ്ങളും ഇത്തരം വിമർശനങ്ങൾക്കും ആളുകൾ അവസാനം ഞാൻ ഈ 5 മിനിറ്റിന്റെ ഡോക്യുമെന്ററി എടുത്ത് കാണിക്കുക എന്ന് പറഞ്ഞപ്പോൾ 12 കൊല്ലമായിട്ട് ഇവന്റെ ഒരു ഡോക്യുമെന്ററി പുറത്താക്കിയിട്ടില്ല. അതുകൂടെ നോക്കണം. ഉടൻ എന്റെ അടുത്തിരിക്കുമ്പോൾ പറയാണ് സന്തോഷ് സാറെ ഇവനത് ചെയ്യില്ല. കാരണം ഇവരെ കമ്പ്യൂട്ടർ ഓൺ ഓഫ് ആക്കാൻ അറിയില്ല. ഈ കമ്പ്യൂട്ടർ ഓൺ ഓഫ് ആക്കാൻ പോലും അറിയാത്തത് വളരെ ആധികാരികമായിട്ട് ഞാൻ മലയാള പാട്ട് പോലും എഴുതാൻ പറ്റാത്തവർ പറയാണ് ഇംഗ്ലീഷ് പാട്ട് ആർക്കും എഴുതാൻ. അപ്പൊ ഇങ്ങനെ പറയുന്നതിൽ എന്താണ് കാര്യമുള്ളത്? നമ്മുടെ മുകളിലുള്ള ആളുകളാണ് ശരിക്കും അഭിപ്രായം പറയേണ്ടത്. അപ്പൊ ഇത്രയും കേൾക്കുമ്പോൾ കൂടി ചോദിക്കും, അല്ല നമ്മളൊക്കെ പല കാര്യങ്ങളും അഭിപ്രായം പറയണം, നമുക്ക് ശരിക്കും പഠിച്ചിട്ടാണ് നമ്മളിതൊക്കെ പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നു നമ്മൾ എങ്ങനെ സംസാരിക്കണം എന്നറിയോ? എനിക്ക് തോന്നുന്നു ഈ രീതിയിൽ പറയാം. ഇപ്പൊ ഒരാൾ നല്ലൊരു ഗായകൻ ഒരു പാട്ട് പാടി, പക്ഷെ നിങ്ങൾക്ക് അതിൽ പറയാൻ നിങ്ങൾ എങ്ങനെ പറഞ്ഞറിയോ? എനിക്ക് തോന്നുന്നു ആ പാട്ട് കുറച്ചുകൂടെ എങ്ങനെ ചെയ്താൽ നന്നാവും. ഇതാണ് അതിന്റെ അവസ്ഥ. അല്ലെങ്കിൽ ഒരു സിനിമ നിങ്ങൾക്ക് എനിക്ക് ആ സിനിമ ഇഷ്ടമായി കേട്ടോ, എനിക്ക് തോന്നുന്നു ഈ സിനിമ ഈ ട്രാക്കിലായിരുന്നു പോയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നാവും. ഇങ്ങനെയാണ് വേണ്ടത്. അല്ലാതെ എനിക്കെങ്ങനെയാ പങ്കെടുക്കാം? ഞാൻ വെടിവെച്ച് കൊല്ലും, ഞങ്ങൾ മലയാള സിനിമ നമ്മുടെ കുടുംബ സിനിമയാണ്, ഞങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾ ചിന്തിക്കണം, ഇന്ത്യൻ പീനൽ കോഡിൽ എവിടെയും പറയുന്നുണ്ടോ അതിനെ വളർത്താൻ പാടില്ല, നിങ്ങൾക്ക് അവസരം കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസമാണ്. അവിടെ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഉള്ള ആളുകൾ ശരിക്കും എങ്ങനെയാ പറയാം, ഒരു കാര്യത്തെ കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്ററാണ്. കാരണം അതിന്റെ അപ്പുറത്തേക്ക് പറയാൻ നമുക്ക് അത്രയ്ക്കുള്ള വിവരം അയാളുടെ ഞാൻ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള വിവരം നമുക്കില്ല. അതുകൊണ്ട് ഒരാൾ വിമർശിക്കുന്നത് തന്നെ പറയുന്നത് പറയുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ ആ ലെവലിൽ നിന്ന് പറയണം. നമ്മൾ അയാളുടെ മുകളിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കിട്ടും. കാരണം 5 ലക്ഷത്തിന് ആർക്കും ചെയ്യാം, ആർക്കും ചെയ്യാൻ ആര് ചെയ്യും
12 കൊല്ലം നേതൃത്വം ചെയ്തു. അപ്പൊ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞാണ് ശരി. ഇങ്ങനെയാണ് സന്തോഷ് പണ്ഡിറ്റ് ചെയ്തു.